സാമ്പാർ പൊടിയാണ്, ഹോം മെയ്ഡ് സാമ്പാർ പൊടി. ഈ സാമ്പാർ പൊടി വെച്ചിട്ട് നല്ല അടിപൊളി സാമ്പാർ ഉണ്ടാക്കാൻ പറ്റും. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാമ്പാർ പൊടി വെച്ച് നമ്മളെല്ലാവരും സാമ്പാർ ഉണ്ടാക്കാറുണ്ട്. ഞാൻ മുമ്പും ഒരു ബാച്ചിലേഴ്സ് ക്വിക്ക് റെസിപ്പി സാമ്പാർ ഇട്ടിരുന്നു. അത് വളരെ സിമ്പിളാണ്. പക്ഷെ ഈ സാമ്പാർ പൊടി നിങ്ങൾ ഉണ്ടാക്കി നോക്ക് വീട്ടിൽ. അടിപൊളി സാമ്പാർ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. ഞാൻ ഈ സാമ്പാർ പൊടി വെച്ചിട്ട് എങ്ങനെയാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നതെന്നും കാണിക്കുന്നുണ്ട്. സാമ്പാർ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും ഒരു മിസ്സിങ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് നമ്മുടെ സാമ്പാർ പൊടി ഉണ്ടാക്കി വെക്കാം. ഇത് വേണമെങ്കിൽ തലേന്ന് ഉണ്ടാക്കാം, അല്ലെങ്കിൽ അതിന് മുമ്പത്തെ ആഴ്ച ഉണ്ടാക്കി വെക്കാം. ടൈറ്റാക്കി അടച്ചു വെച്ചാൽ മതി. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാം. ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ തീ ഓൺ ആക്കിയിട്ടില്ല. ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ മല്ലിക്കുരു ആദ്യം ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൂരപ്പരിപ്പ്, 2 ടേബിൾ സ്പൂൺ ഉഴുന്ന്, പിന്നെ 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ആക്കാം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പരിപ്പും നമ്മുടെ മല്ലിക്കുരും ഒക്കെ നന്നായി ചൂടായി വരുന്ന വരെയും നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. ഇടയ്ക്ക് ഞാൻ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം കൈ ഒന്ന് പൊള്ളി തുടങ്ങുമ്പോൾ നമുക്ക് നിർത്താം. തീരെ കളറ് മാറാൻ പാടില്ല. 2 മിനിറ്റിൽ താഴെ ഇതുപോലെ ഇങ്ങനെ വറുത്തെടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ തൊട്ട് നോക്കും. കൈ ഒന്ന് പൊള്ളണ പാകത്തിലാവുമ്പോൾ നിർത്തണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിന് കളറ് തീരെ ഡാർക്കായി പോകരുത്. ഈ നല്ല കളറായിട്ട് തന്നെ നിൽക്കണം. നല്ലൊരു ചെറിയൊരു മണം വന്നു തുടങ്ങും. അപ്പോൾ തന്നെ നമുക്ക് തീ ഓഫാക്കാം. അപ്പോൾ ഇവിടെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ സ്പൈസ് പൗഡേഴ്സ് ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇതിലേക്ക് മുളക് പൊടിയാണ് ആദ്യം ചേർക്കുന്നത്. അതിന് ഞാൻ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ആവശ്യമുണ്ട്. പക്ഷേ ഇതിൽ ഞാൻ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരിയും 1.5 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ്. അത് ആ എരിവ് ഒന്ന് കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ പാകത്തിന് നോക്കി ചെയ്യാം. 3 ടേബിൾ സ്പൂൺ ആണ് മുളക് പൊടി. പിന്നെ 1.25 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് 1.5 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കണം. ആ കളർ ഒരേപോലെ മിക്സ് ആയി കിട്ടണം. ഞാൻ തീ വീണ്ടും ഒന്ന് ഓണാക്കിയിട്ടുണ്ട്. ഒന്ന് ചൂടാവണ വരെ, ഇതൊന്ന് മിക്സ് ചെയ്ത് കിട്ടണ വരെ. കൂടുതൽ നേരമൊന്നുമില്ല, ഒരു 10 സെക്കൻഡ് മതിയാവും. എന്നിട്ട് നമുക്കിത് മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കിത് പൊടിച്ചെടുക്കണം. നന്നായി പൊടിച്ച് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സാമ്പാർ പൊടി. നമുക്കിത് ചൂടാറിയതിന് ശേഷം എയർ ടൈറ്റ് ഒരു ജാറിലേക്ക് മാറ്റി വെക്കാം. ചെറിയൊരു കുപ്പി സാമ്പാർ പൊടി ഉണ്ടാവും. ഇനി നമുക്ക് നോക്കാം ഇത് വെച്ച് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കേരള നാടൻ സാമ്പാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ഇതിനു വേണ്ടി ഇവിടെ 1/4 കപ്പ് തൂരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ചെറിയൊരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായി ഒന്ന് കഴുകാം. പരിപ്പ് കഴുകിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 2.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എൻ്റെ കപ്പ്, ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ 240 ml കപ്പാണ് കേട്ടോ. അപ്പോൾ 2.5 കപ്പ് വെള്ളം ഒഴിച്ചു. ഇത് നമുക്ക് പ്രഷർ കുക്ക് ചെയ്യാം. 3 സ്റ്റീം കേൾക്കുന്നവരെ നമുക്ക് കുക്ക് ചെയ്യാം. എന്നിട്ട് അടുപ്പത്ത് വെച്ച് തന്നെ അത് ചൂടാറാൻ മാറ്റി വയ്ക്കാം. ആ സമയത്ത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. ആദ്യം 1 ടേബിൾ സ്പൂൺ വാളംപുളി എടുത്തിട്ടുണ്ട്. വാളംപുളിയുടെ പൾപ്പാണിത്. ഇതിലേക്ക് 1/4 കപ്പ് തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. അതൊന്ന് സോഫ്റ്റായിട്ട് അതിൻ്റെ വെള്ളം പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ഫോർക്ക് വെച്ച് ഉടച്ചിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി വെജിറ്റബിൾസ് നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം. ഞാനിവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട്. ഒരു സവാള മതിയാവും ഈ അളവിന്. ഇപ്പോൾ സവാളക്ക് പകരം നിങ്ങൾക്ക് ചുവന്നുള്ളി, കൊച്ചുള്ളി എടുക്കാം. അതും വളരെ നല്ലതാണ്. ഇടയ്ക്ക് ഞാൻ ഈ ഒരു സവാളയുടെ ഒപ്പം ഒരു 3 ചുവന്നുള്ളി ആഡ് ചെയ്യാറുണ്ട്. മുഴുവനോടുകൂടി ഇടാറുണ്ട്. അതും നല്ലതാണ്. എന്നാലും സവാള മാത്രമായാലും ഒരു കുഴപ്പമില്ല. പിന്നെ നമുക്ക് വെണ്ടയ്ക്ക വേണം. 10-12 നല്ല ഇളയ ടെൻഡറായിട്ടുള്ള വെണ്ടയ്ക്ക. സാമ്പാറിൻ്റെ നീളത്തിൽ ആയിട്ട് കഷ്ണങ്ങൾ മുറിക്കാം. നമുക്ക് ഒരു ചെറിയ വിരലിൻ്റെ ആ നീളത്തിൽ ആയിട്ടാണല്ലോ നമ്മൾ അരിയുന്നത്. ഇനിയിപ്പോൾ ഈ വെണ്ടയ്ക്കയുടെ നീളം അനുസരിച്ചിട്ടാണ് ഞാൻ ബാക്കി എല്ലാ വെജിറ്റബിൾസും അരിയാൻ പോകുന്നത്.
അപ്പോൾ 10-12 ചെറിയ വെണ്ടയ്ക്കയും ഒരു സവാള എടുത്തിട്ടുണ്ട്. ഇനി പലർക്കും പല കോമ്പിനേഷൻസ് ആയിരിക്കും ഇഷ്ടം. സാമ്പാറിന് ഒരുപാട് പച്ചക്കറി വെച്ച് അങ്ങോട്ട് ലോഡ് ചെയ്യണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. അത്യാവശ്യത്തിന് പാടുള്ളൂ. അപ്പോൾ ഞാൻ എടുക്കുന്നത് ഒരു മുരിങ്ങയ്ക്ക ഒന്ന് ചിരണ്ടി കൊടുക്കണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ക്രേപ്പ് ചെയ്യണുള്ളൂ. പീൽ ഇല്ല നമ്മൾ. ഒരുപാട് പീൽ ചെയ്താൽ അറിയാലോ, അത് ഉടഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ വെണ്ടക്കയുടെ നീളത്തിൽ തന്നെ അത് അരിയാൻ പോകുന്ന 8 പീസായിട്ട്. അത് മാറ്റി വെച്ചു. ക്യാരറ്റും അതേ നീളത്തിൽ തന്നെ അതേ ഒരു കനത്തിൽ നമുക്ക് 8 കഷ്ണം വേണം. പിന്നെ ഒരു ടൊമാറ്റോ ചോപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും വെജിറ്റബിൾ, കുമ്പളങ്ങ, മത്തങ്ങ, വഴുതനങ്ങ, ചേന, ഇഷ്ടമുള്ള എന്തെങ്കിലും വളരെ ചെറിയ അളവ്. ഞാനിപ്പോൾ എനിക്ക് ഇഷ്ടം പച്ചക്കായാണ്, അതുകൊണ്ട് അത് ചേർക്കുന്നുണ്ട്. അതും അതേപോലെ മറ്റേ വെജിറ്റബിൾസ് പോലെ തന്നെ 8 കഷ്ണാക്കിയിട്ട്. പച്ചക്കായുടെ തൊലിയൊന്നും സ്ക്രേപ്പ് ചെയ്തിട്ടുള്ളൂ, ഒരുപാട് പീൽ ചെയ്തിട്ടില്ല, കറുപ്പൊക്കെ ഒന്ന് കളഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും മതി നമുക്ക് വെജിറ്റബിൾസ്. ഇതാണ് എനിക്കിഷ്ടമുള്ളൊരു കോമ്പിനേഷൻ. അത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചീനിച്ചട്ടി വീണ്ടും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ റെസിപ്പിക്ക് വീട്ടിൽ ഞാൻ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ കഴിയണതും പച്ചക്കായമാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഗുമൊന്നും വേറെയാണ്. ഭയങ്കര നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ലൊരു മണമായിരിക്കും. അതില്ലെങ്കിൽ ഇപ്പോൾ കായപ്പൊടി ഉപയോഗിക്കാം, എന്നാലും കഴിയുന്നത് പച്ചക്കായം ഉപയോഗിക്കുക. അപ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, നമ്മുടെ നല്ല ജീരകം. ഇത് ചേർക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കും, നല്ലൊരു ടേസ്റ്റാണ് അതിൽ നിന്ന് കിട്ടുന്നത്. 1/4 ടീസ്പൂൺ പാടുള്ളൂ. പിന്നെ 2 ഉണക്കമുളക് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില, പിന്നെ നമ്മുടെ കായം, പച്ചക്കായത്തിൻ്റെ ചെറിയൊരു പീസ് ഇതിൽ എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉരുകി കിട്ടും. ആദ്യം ഒരു ചെറിയ പീസ് മതി, പിന്നെ നമുക്കതിൻ്റെ മണം ഇത് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം. ഇതിലേക്ക് നമ്മൾ സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാൻ പോയാണ്. ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. അപ്പോൾ സവാള ഒന്ന് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് ടൊമാറ്റോ ചോപ്പ് ചെയ്തതും നമ്മുടെ വെണ്ടയ്ക്ക രണ്ടും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനി ഒന്ന് ഇളക്കി ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം. 2 മിനിറ്റ് കഴിയുമ്പോൾ ആ ടൊമാറ്റോസൊക്കെ ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റായി തുടങ്ങും. പച്ചക്കായം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മണം പോരാന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ പിന്നെയും ആഡ് ചെയ്യാറുണ്ട്. ഇപ്പം ആഡ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ സാമ്പാർ തിളയ്ക്കുമ്പോഴും ആഡ് ചെയ്യുക, എന്നാലും കുഴപ്പമില്ല. അതതിൽ അലിഞ്ഞ് ചേർന്ന് കിട്ടിക്കോളും. അപ്പോൾ ഒരു 2 മിനിറ്റിൽ താഴെ നമ്മുടെ വെണ്ടയ്ക്കയും ടൊമാറ്റോസും ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കുക്ക് ചെയ്ത് വെച്ച പരിപ്പും വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം നമ്മുടെ എല്ലാ വെജിറ്റബിൾസും ഇപ്പോൾ ചേർക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായി ഒന്ന് തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് ഉപ്പ് പാകത്തിന് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർക്കുന്നത്, വേണമെങ്കിൽ പിന്നെയും ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച സാമ്പാർ പൊടി, അത് 3 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. വളംപുളി പിഴിഞ്ഞ വെള്ളം ഇനി ഒഴിക്കാൻ പോവുകയാണ്. 3-4 ടേബിൾ സ്പൂൺ ടേസ്റ്റിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് തിളച്ചോട്ടെ. അതിനുശേഷം തീ കുറച്ച് നമുക്ക് ആ വെജിറ്റബിൾസ് ഒന്ന് വേവണ വരെ കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതിലിപ്പോൾ ക്യാരറ്റിനാണ് ഏറ്റവും വേവ് കൂടുതൽ. അപ്പോൾ ക്യാരറ്റ് ഒന്ന് കുക്കായി കഴിഞ്ഞാൽ റെഡിയാണ്. ആവശ്യത്തിന് വെള്ളം കട്ടി കൂടുതലാവണമെന്ന് തോന്നിയാൽ ഇപ്പോൾ ഒഴിച്ചാൽ മതി. ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഏറ്റവും അവസാനം ഒന്നും കൂടി വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കാം. പിന്നെ മല്ലിയില ചേർത്ത് നമുക്ക് ഇത് സെർവ് ചെയ്യാൻ റെഡിയാണ് ഇപ്പോൾ. പിന്നെ ഈ സാമ്പാർ വേഗം ചോറിൻ്റെ കൂടെ ദോശ, ഇഡ്ഡലി എല്ലാത്തിനായിട്ടും ചേരും.
കുറച്ച് നേരം ഇരിക്കണമെങ്കിൽ ഇതൊന്ന് കട്ടിയാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ചാൽ മതി. ഉപ്പ് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. നല്ല അടിപൊളി സാമ്പാറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ സാമ്പാർ വെറുതെ കോരി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്.